ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് AI ഏജൻറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ n8n and ChatGPT ആണ്. ഇതൊരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. ഇതിൻ്റെ അകത്ത് കോഡിങ്ങിൻ്റെ നോളജോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് നോളജോ വേണമെന്നില്ല. n8n എന്ന് പറയുന്നത് ഒരു ബേസിക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എഡിറ്ററാണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഈ AI ഏജൻറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഈ AI ഏജൻറ്റ്? AI ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് സിസ്റ്റമാണ്. ദേ ക്യാൻ തിങ്ക്, ഡിസൈഡ് ആൻഡ് ആക്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ ഹ്യൂമൻ അസിസ്റ്റൻറ്റ് ബട്ട് പവർഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ബേസിക്കലി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ എബിലിറ്റീസ് ആണ് ഇവിടെ കമ്പൈൻഡ് ആകുന്നത്. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ്, അതായത് ഇപ്പോൾ ChatGPTക്ക് അറിയാലോ, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ്, ടേക്കിംഗ് ആക്ഷൻ. സോ ChatGPTക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബാക്ക് വരുന്നതേ ഉള്ളൂ. അല്ല, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരുന്നതേ ഉള്ളൂ. AI ഏജൻറ്റ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പോൾ AI ഏജൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് വളരെ രീതിയിൽ ട്രെൻഡിങ് ആവുന്നത്. ഈ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒത്തിരി കാലം കൊണ്ട് ആക്ച്വലി അവൈലബിൾ ആണ്. പക്ഷേ AI ഏജൻറ്റ് എങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്ച്വലി തിങ്ക്, ആക്ട് ആൻഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻസ്. എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറൻസി ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ആക്ച്വലി തിങ്ക് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു 3 ഇമെയിൽ ഒരു ക്ലയൻറ്റിന് അയക്കുന്നുണ്ട്, പക്ഷേ അതിന് റെസ്പോൺസ് കിട്ടുന്നില്ല. AI ഏജൻറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈ ഒരു മെയിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിലൊരു കണ്ടന്റ് അത്രയ്ക്ക് റെസൊണേറ്റ് ആകുന്നില്ല. സോ വി നീഡ് ടു ചേഞ്ച് ഇറ്റ് ഓർ ട്വീക്ക് അക്കോർഡിംഗ്ലി. സോ ഈ ഒരു കേപ്പബിലിറ്റിയാണ് AI ഏജൻറ്റ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ഏരിയാസിലാണ് AI ഏജൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓട്ടോമേറ്റീവ് റിപ്പീറ്റേറ്റീവ് ടാസ്ക്, അതായത് നിങ്ങൾ ഒരു ടാസ്ക് റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇത് നമുക്ക് ആക്ച്വലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് റീസണിങ് സ്കിൽ കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ അതിലൊരു എറർ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ കറക്റ്റ് ചെയ്യാനും ആക്ച്വലി AI ഏജൻറ്റിന് പറ്റും. സെക്കൻഡ്, ഹെൽപ്പിംഗ് കസ്റ്റമേഴ്സ്, അതായത് ഇപ്പോൾ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ കോളിംഗ് എ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഓൺബോർഡിംഗ് കോളിന് വേണ്ടി എന്തൊക്കെയാണ് കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് AI വെച്ച് ആക്ച്വലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു FAQ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ എൻ്റയർ ഡേറ്റാബേസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈസ് എവറിത്തിങ് യു ക്യാൻ ആക്ച്വലി അപ്ലോഡ് ഇറ്റ് ഓവർ ഹിയർ ആൻഡ് ഒരു ചാറ്റ് ബോട്ടിന് ആൻസർ ചെയ്യാൻ പറ്റും. സോ കസ്റ്റമർ കെയർ ടീമിനെ റീപ്ലേസ് ചെയ്യാൻ തന്നെ ആക്ച്വലി AI ഏജൻറ്റിന് കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് മാനേജിങ് ഡേറ്റ. പല സൈസ് ഓഫ് ഡേറ്റാസ് നിങ്ങൾക്ക് ആക്ച്വലി ലാർജ് ഡേറ്റ ഓർ ബിഗ് ഡേറ്റ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് അതിനെ ഡിസ്റ്റിൽ ചെയ്ത് യൂസറിന് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഓൺലൈൻ റിസർച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് റിസർച്ച് ഒക്കെ അറിയാമല്ലോ, ChatGPTക്കും അല്ലെങ്കിൽ ഗ്രോഗിനും ഒക്കെ ആക്ച്വലി ഡീപ്പ് റിസർച്ച് ഉണ്ട്. സോ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു മാർക്കറ്ററാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, നിങ്ങളെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഓട്ടോമേറ്റ് റിസർച്ച് ഓൺലൈൻ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. യു ക്യാൻ ആക്ച്വലി ഓട്ടോമേറ്റ് ലോട്ട് ഓഫ് തിങ് യൂസിങ് AI ഏജൻറ്റ്. സോ ദേ ആർ ലൈക്ക് എ virtual employee. They don't sleep. They work actually 24/7 and perfect for saving time and scaling your productivity. So ഒരു AI ഏജൻറ്റ് വരുന്നതോടുകൂടി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ആക്ച്വലി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് n8n. n8n എന്ന് പറഞ്ഞാൽ ഒരു നോ കോഡ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. തിങ്ക് ലൈക്ക് എ ലിഗോ ഫോർ ബിൽഡിംഗ് വർക്ക് ഫ്ലോ. അടുത്ത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ChatGPT എന്ന് പറഞ്ഞാൽ ഒരു AI മോഡൽ ഡെവലപ്പ് ബൈ OpenAI ആണ്. മേ ബി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നോ വാട്ട് എക്സാക്ട്ലി ഈസ് ChatGPT, എന്താണ് യൂസ് കേസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടെക്സ്റ്റ്, ജനറേറ്റ് ഹ്യൂമൻ ലൈക്ക് റെസ്പോൺസ് ആൻഡ് ഈവൻ റീസണിങ് ത്രൂ കോംപ്ലക്സ് ടാസ്ക്. അതായത് ഐ ക്യാൻ ആക്ച്വലി ആസ്ക് ഒരു ഇമെയിൽ ഫോർമാറ്റ് ചെയ്യാൻ എനിക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫോർമുല ഐ ക്യാൻ ആക്ച്വലി ആസ്ക് ആൻഡ് ഡീകോഡ് ഇറ്റ്, ഓർ ഐ ക്യാൻ ആക്ച്വലി upload some image and ask him identifying few things. So it can actually understand text and generate a human like response. So when you combine ChatGPT with tool like n8n, you can create an AI agent that can think and act. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ അഡ്വാൻറ്റേജ് വരുന്നത്. അതായത് ChatGPTക്ക് ഒരു തിങ്കിങ് എബിലിറ്റി ഉണ്ട്, ബട്ട് once you add this AI agent capability, it can actually think and act. So why combine n8n and ChatGPT? With n8n as hand that can take action and ChatGPT as the brain that think. See, example നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ChatGPT എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ്. ഓക്കെ, യുവർ ബ്രെയിൻ ഹാവ് ദി എബിലിറ്റി ടു തിങ്ക്, കം അപ്പ് വിത്ത് കൺക്ലൂഷൻസ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് തിങ്, ബട്ട് ടു ടേക്ക് ആക്ഷൻ യു നീഡ് ഹാൻഡ് ഓർ ലെഗ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ കൺസിഡർ ChatGPT ആസ് എ ബ്രെയിൻ ആൻഡ് n8n ആസ് ദി ഹാൻഡ് ടു എക്സിക്യൂട്ട് യുവർ ടാസ്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആക്ച്വലി ഇത് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ലൈക്ക് സ്മാർട്ട് ഇമെയിൽ റെസ്പോണ്ടർ, AI പവർഡ് കസ്റ്റമർ സർവീസ് ബോട്ട്, ഹാൻഡ്ലിംഗ് കോമൺ ക്വയറീസ്, ഓട്ടോമാറ്റിക് റിസർച്ച് അസിസ്റ്റന്റ്, ലീഡ് ക്വാളിഫിക്കേഷൻ ബോട്ട്, കണ്ടന്റ് ജനറേറ്റർ, സോഷ്യൽ മീഡിയ ലിസണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ സംസാരിക്കുന്നത്, അതിനെ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഈസിലി ബിൽഡ് ആൻ AI ഏജൻറ്റ് വിത്ത് ദാറ്റ് വൺ. ദെൻ സർവേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മില്യൻസ് ഓഫ് സർവേസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ സർവേയും നിങ്ങൾ ആക്ച്വലി 1 by 1 നിങ്ങൾ നോക്കാതെ ഒരു AI ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ആക്ച്വലി കം അപ്പ് വിത്ത് ദി കൺക്ലൂഷൻ വെദർ ദി ട്രെൻഡ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഓർ ന്യൂട്രൽ. യു ക്യാൻ ആക്ച്വലി ഡു pretty very easy with survey and with these AI agents. Then feedback loops, like
collect input and continuously improve your process. This is very important. Feedback loop ആണ് actually. Example, you are sending hundreds of email. അതിലിപ്പം ചിലതിൻ്റെ റെസ്പോൺസ് വരുന്നുണ്ട്, ചിലതിൻ്റെ റെസ്പോൺസ് വരുന്നില്ല. അപ്പോൾ ആ റെസ്പോൺസ് വരുന്നതിന് നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്പായിട്ട് ആക്ച്വലി തിരിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഈ ഒരു മെയിൽ ഞാൻ അയക്കുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. You can generate more text like this. So ഇതാണ് ആക്ച്വലി ഒരു n8n ChatGPT കണക്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് വരുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു സെറ്റ് അപ്പ് n8n, ഹൗ ടു കണക്ട് ChatGPT ആൻഡ് ബിൽഡ് യുവർ ഫസ്റ്റ് AI ഏജൻറ്റ് ഫ്രം ഐഡിയ ടു എക്സിക്യൂഷൻ. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ you can start building your first AI agent. Now let's go to n8n. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ n8n വരിക, n8n ലോഗിൻ ചെയ്യുക. then you can actually create your workflow. ഇതാണ് ബേസിക്കലി ഒരു വർക്ക് ഫ്ലോ എഡിറ്റർ എന്ന് പറയുന്നത്. യു ക്യാൻ ആക്ച്വലി സീ ഹിയർ നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ ആക്ച്വലി ഇവിടെ പ്രോജക്റ്റും ബാക്കി ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ദെൻ യു ക്യാൻ സീ ഹിയർ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നോട്ട്സിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, യു ക്യാൻ സീ ഓൾ ദ നോട്ട്സ് ഹിയർ. സോ ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ n8n നമ്മളൊരു ഫോം ബിൽഡ് ചെയ്യണം. അതായത് കമ്പനി നോൺ ആസ് വെബ് ഇൻഫോടെക് എൻക്വയറി ഫോം. ഇവിടെ ഒരു കസ്റ്റമർ ആക്ച്വലി അവരുടെ നെയിം, ഇമെയിൽ, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ്, അതായത് ഏത് പ്രോഡക്റ്റിലാണ് ഇൻട്രസ്റ്റഡ് ആൻഡ് അതിൻ്റെ റിക്വയർമെൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ what will happen, ഈ AI ഏജൻറ്റ് ഇത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഗൂഗിൾ ഷീറ്റിൻ്റെ അകത്ത് ഇറ്റ് വിൽ ആക്ച്വലി ഗോ ഹെഡ് ആൻഡ് അപ്ഡേറ്റ്. ഇത് യൂസർ ഇൻപുട്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആണ്, അതായത് നെയിം, ഇമെയിൽ, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ് ആൻഡ് റിക്വയർമെൻറ്റ്. ഈ ഒരു ഇമെയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ AI ഏജൻറ്റ് ആണ് ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ടീം മെമ്പറിന് ദേ ക്യാൻ ആക്ച്വലി ഗോ ഗ്രാബ് ഇറ്റ് ആൻഡ് സെൻഡ് ദിസ് ഇമെയിൽ. ഇതൊരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ഗൈഡ് ആയതുകൊണ്ടാണ് ഞാനത് കോംപ്ലക്സിറ്റി അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഗൂഗിൾ ഷീറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ച്വലി ഇമെയിലോട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യാം, അല്ല സ്ലാക്കിലോട്ട് സെൻഡ് ചെയ്യാം. യു ക്യാൻ ആക്ച്വലി ഡു n number of things, ബട്ട് ടു മേക്ക് ഇറ്റ് വെരി സിമ്പിൾ ഞാൻ വളരെ കുറച്ച് നോട്ട്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നൗ ലെറ്റ്സ് ഗോ ഹെഡ് ആൻഡ് ബിൽഡ് ദിസ് വർക്ക് ഫ്ലോ. ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു ആഡ് ഹിയർ ഫോം സബ്മിഷൻ. n8n ഫോം സബ്മിഷൻ ആഡ് ചെയ്യുക. ഐ ക്യാൻ സേ ലൈക്ക് ന്യൂ n8n ഫോം സബ്മിഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും യൂസർ ഓതൻറ്റിക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഐ എം നോട്ട് ഗിവിംഗ് എനിത്തിങ് നൗ. ഫോം ടൈറ്റിൽ ഐ ക്യാൻ ആക്ച്വലി എൻ്റർ വെബ് ഇൻഫോടെക് എൻക്വയറി ഫോം. ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ആക്ച്വലി കൊടുക്കുന്നുണ്ട്. ദെൻ ഫീൽഡിൽ എനിക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നെയിമാണ്. ദെൻ ഐ നീഡ് ആക്ച്വലി ദ ടെക്സ്റ്റ്. അതിന് എന്താണ് എലിമെൻറ്റ്, അത് ടെക്സ്റ്റ് ആക്കാം, ഡേറ്റ് ആക്കാം, ഡ്രോപ്പ്, വാട്ട് എവർ you want to do you can actually do. Then I can say like email. I need actually the element email കൊടുക്കുക. then the required field ആണെങ്കിൽ required on ചെയ്യുക. then അത് എൻ്റർ ചെയ്താൽ മാത്രമേ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. then product interested I am actually giving a drop down list. drop down നിങ്ങളുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് എൻ്റർ ചെയ്യുക. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO or whatever it is. then field name, റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് യൂസറിന് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു റൺ ദിസ് ടെസ്റ്റ്. അത് ടെസ്റ്റ് എന്തിനെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ ഇതിൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത നോട്ട്സിലോട്ട് ഇത് പാസ് ചെയ്യുമ്പോൾ അത് പ്രോസസ് ആവുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് യു ആർ ആക്ച്വലി ഗോയിങ് ടു ഡു ഹിയർ എന്ന് പറഞ്ഞാൽ ഇതിനെ ടെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനേബിൾ ചെയ്യുക. നൗ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഇസ് ആക്ച്വലി സ്റ്റാർട്ട് ലിസണിങ്. ഈ ഒരു ഫോം നിങ്ങൾക്ക് ജനറേറ്റ് ആവും. ഐ എം ഗോയിങ് ടു എൻ്റർ ഹിയർ ലൈക്ക് സുരേഷ്, ഇമെയിൽ ഈസ് suresh@gmail.com, product interested I'm going to choose here SEO, then requirement. I'm actually entering my requirement. I'm running a clinic in Trivandrum, looking forward to get some SEO consultation. Okay, now you submit this form. If you submit ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും this information has been captured. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ നെയിം സുരേഷ്, ഇമെയിൽ വന്നു കഴിഞ്ഞു, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ് വന്നു കഴിഞ്ഞു, റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞു, സബ്മിറ്റ്. സോ ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ it is actually capturing, right? Now you can actually close this one. നെക്സ്റ്റ് നോട് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യു ആർ ആഡിങ് ആൻ AI ഏജൻറ്റ്. ഓക്കെ, AI ഏജൻറ്റ് എന്ന് പറയുന്നതാണ് ബേസിക്കലി ഇതിൻ്റെ ബ്രെയിൻ. നൗ യു ഗോ ഓവർ ഹിയർ. ഈ AI ഏജൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻപുട്ട്. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഫോമിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് ആക്ച്വലി ഇൻപുട്ട് ഏരിയയിൽ പാസ് ആയിട്ടുള്ളത്. സോ ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ ഈ വേരിയബിൾസ് നെയിം, ഇമെയിൽ, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ്, റിക്വയർമെൻറ്റ്, സബ്മിറ്റഡ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആർ ഹിയർ. ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രിഗേർഡ് കണക്റ്റഡ് ചാറ്റ് നോഡിൽ നിന്ന് യു നീഡ് ടു ചേഞ്ച് ടു ഡിഫൈൻ ബിലോ. ഈ കണക്റ്റഡ് ചാറ്റ് എന്ന് പറഞ്ഞാൽ ചാറ്റിൽ എന്താണോ ആൾ ചോദിക്കുന്നത് അതിനായിരിക്കും ഈ AI ഏജൻറ്റ് പ്രോസസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ലൈക്ക് ഒരു ഇൻഫർമേഷൻ അല്ല. ചാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഐ ആം ഗുഡ് എന്ന് പറഞ്ഞ് റിപ്ലൈ മാത്രം കൊടുത്താൽ മതി. ബട്ട് ഹിയർ വി നീഡ് ടു ക്യാപ്ചർ മോർ പോയിന്റ്സ്. സോ അതുകൊണ്ട് ഞാൻ ഡിഫൈൻ ബിലോ അല്ല, ഐ എം ഗിവിംഗ് 2 വേരിയബിൾസ്. ഒന്നെന്ന് പറഞ്ഞാൽ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ് കൊടുക്കുന്നുണ്ട്. നൗ ഐ എം ആക്ച്വലി ആഡിങ് വൺ മോർ requirement. Okay, requirement എന്ന് പറഞ്ഞിട്ട് what you can actually do here, drag this variable over here. Okay, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് യൂസർ പ്രോംപ്റ്റിൻ്റെ അകത്ത് ഞാൻ 3 ഡേറ്റയാണ് ആക്ച്വലി ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ആഡ് എ സിസ്റ്റം മെസ്സേജ്. ഈ സിസ്റ്റം മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാൻ പറ്റും. സിസ്റ്റം മെസ്സേജ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു നീഡ് ഡു ഈസ് ആക്ച്വലി ഈ സിസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ AI ഏജൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ സിസ്റ്റം മെസ്സേജ് നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. യു ക്യാൻ സീ ഹിയർ ഐ ക്രിയേറ്റഡ് n8n ഏജൻറ്റ് സിസ്റ്റം generated message
ജനറേറ്റർ എന്ന് പറഞ്ഞൊരു GPT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ഓവർ ഹിയർ ആൻഡ് എൻ്റർ എന്താണ് ഈ AI ഏജൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ദ സിസ്റ്റം മെസ്സേജ്. എക്സാമ്പിൾ ഫോർ ഹിയർ, write a system message for an AI agent that generate email content for sales representative web infotech digital marketing agency. ഇത് കൊടുത്തിട്ട് I can actually say my variables are, ഇതിൽ വരുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡും പിന്നെ വരുന്നത് റിക്വയർമെൻറ്റ്. ഇത് രണ്ടുമാണ് ഡൈനാമിക് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. നൗ യു ആക്ച്വലി ഹിറ്റ് എൻ്റർ, ഇറ്റ് വിൽ ജനറേറ്റ് എ സിസ്റ്റം മെസ്സേജ്. ഈ സിസ്റ്റം മെസ്സേജ് അങ്ങനെ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ഈ AI ഏജൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ AI ഏജൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ ഒരു കോൺടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏജൻസി പ്രൊവൈഡ് വെറൈറ്റീസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. പിന്നെ കസ്റ്റമർ സബ്മിറ്റ് 2 കീ ഡീറ്റെയിൽ. കസ്റ്റമേഴ്സ് 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് തരുന്നത്. ഒന്ന് പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ്, അതാണ് ഞാനിവിടെ ഡൈനാമിക്കലി പുൾ ചെയ്യുന്നത്. ദെൻ ആക്ച്വലി a റിക്വയർമെൻറ്റ്, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ the sales representative use the generate email to begin conversation or offer a proposal. Email must be personalized, relevant and clearly demonstrated. So ഇവിടെ എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ SEOയുടെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിന് SEO എത്രത്തോളം ബിസിനസ്സാണ് കൊണ്ടുവരുന്നത്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ യു വാണ്ട് യു ക്യാൻ ആക്ച്വലി ആഡ് ഹിയർ. ഇൻസ്ട്രക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് റിസീവ് 2 ഡൈനാമിക് ഇൻപുട്ട്. ഈ 2 ഡൈനാമിക് ഇൻപുട്ടാണ് ഇൻസ്ട്രക്ഷനായിട്ട് കിട്ടുന്നത്. ദെൻ ഐ ക്യാൻ ആക്ച്വലി ഗീവ് എങ്ങനെയായിരിക്കണം ഈ ഇമെയിൽ, ഇറ്റ് ഹാസ് ടു ബി ഷോർട്ട് ഓർ it has to be powerful or it has to be long. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഔട്ട്പുട്ട് വേണ്ടത് യു ക്യാൻ ആക്ച്വലി ഗീവ് ദി എൻ്റയർ ഇൻഫർമേഷൻ ഓവർ ഹിയർ. ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു OpenAI ചാറ്റ് മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വി ആർ ആക്ച്വലി ഗോയിങ് ടു കണക്ട്. ദെൻ ഇൻപുട്ട് വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ് പെർഫോം ആയിട്ടുള്ള ഒരു ബെറ്റർ ഇമെയിൽ വേണമെങ്കിൽ അവിടെ എക്സാമ്പിളായിട്ട് ഇൻപുട്ട് കൊടുക്കാം. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇറ്റ് വിൽ ആക്ച്വലി ജനറേറ്റ്. ഓക്കെ, നൗ AI ഏജൻറ്റ് ഒരു LLM ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി it can't actually operate. ഒരു ഇൻസ്ട്രക്ഷൻ ബാക്കിയുള്ളതുണ്ട്, പക്ഷേ ഒരു LLM നമ്മൾ കണക്ട് ചെയ്യണം. LLM എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ChatGPT, ഇറ്റ് ക്യാൻ ബി Anthropic, ഇറ്റ് ക്യാൻ ബി Gemini 2.5, വാട്ട് എവർ യു ഫീൽ കംഫർട്ടബിൾ, ഓർ DeepSeek. You can actually choose it. You tap this chat model. Chat model, I can actually take OpenAI. OpenAI chat model ഞാൻ ഇവിടെ enable ചെയ്യുന്നു. You can actually connect your OpenAI account over here. It's very simple. OpenAI API സെഷനിൽ പോയി കഴിഞ്ഞാൽ they will actually give you an OpenAI key. ആ കീ ഇവിടെ എൻ്റർ ചെയ്താൽ മതി, it will be connected. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ you can choose the model here. ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത്. You can actually choose 4.0 mini or GPT-3 or whatever it is. For this example, I'm actually going to take GPT 4.0 mini. Then you close it. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ആക്ച്വലി ഗേവ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ ഹൗ ടു പ്രോസസ് ദിസ്. നൗ വാട്ട് ഐ ആം ആക്ച്വലി ഗോയിങ് ടു ഡു ഹിയർ ഇസ് ടെസ്റ്റ് ദിസ് ഫ്ലോ. ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് പ്രോപ്പർലി വർക്ക് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ആക്ച്വലി ജനറേറ്റഡ് എ ഇമെയിൽ ലൈക്ക് tailored SEO consultation for your clinic in Trivandrum. Hi Suresh, thank you for reaching out about your SEO service. I understand that you are running a clinic in Trivandrum and are in need of expert SEO solution. This is a great step toward enhancing your online visibility and attracting more patients to your clinic. At Web Infotech, we specialize in developing and customizing SEO strategy that help local business and all kind of things. So ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് LLM ആണ്. ഇനി അടുത്ത നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ ഒരു ഗൂഗിൾ ഷീറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ സെയിൽസ് റെപ്പിന് they can actually copy it and send it across to your client. So അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ I need to go ahead and connect this sheet. Okay, you can go over here, you can search Google and Google ഷീറ്റ് നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഇൻഫർമേഷൻ കിട്ടും. ഈ ഗൂഗിൾ ഷീറ്റിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് ഞാൻ ആക്ച്വലി ഐ നീഡ് ടു ആഡ് ഓർ അപ്പൻഡ് എ റോ ഇൻ ദ ഷീറ്റ്. അതായത് ഷീറ്റിൽ പോയിട്ട് ഈ യൂസർ എൻ്റർ ചെയ്ത എല്ലാ ഇൻഫർമേഷനും അതിൽ അപ്ഡേറ്റ് ചെയ്യാനാണ്. അതാണ് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റേഷൻ ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് കണക്ട് ഇറ്റ്. ഇറ്റ്സ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ ആം ആക്ച്വലി ഗോയിങ് ടു ഡു ഹിയർ ഈസ് ആക്ച്വലി ഷീറ്റ് വിതിൻ ഡോക്യുമെന്റ്. റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. ഷീറ്റ് വിതിൻ ദ ഡോക്യുമെന്റ് ആണ് റിസോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൻഡ് ഓർ അപ്ഡേറ്റ് ദി റോ. അതായത് യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ it need to go and update the row. Now you need to choose your sheet from here. ഇവിടെ ഞാൻ n8n beginner എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഞാൻ ആക്ച്വലി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ആക്ച്വലി ഗോ ഹെഡ് ആൻഡ് ചൂസ് ഷീറ്റ് 1. അതായത് ഇത് ഒരു ഡമ്മി ഷീറ്റാണ് ഞാൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഐ പുട്ട് എ നെയിം, ഇമെയിൽ, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ്, റിക്വയർമെൻറ്റ് ആൻഡ് ഇമെയിൽ കണ്ടന്റ്. ഓക്കെ, നൗ യു ഗോ ബാക്ക് ടു യുവർ വർക്ക് ഫ്ലോ. ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു മാപ്പ് ദി കോളം. അതായത് ഏത് ഡേറ്റയാണ് ഏത് കോളത്തിൽ പോകേണ്ടതെന്ന് പറയുന്നത് വി നീഡ് ടു മാപ്പ് ഇറ്റ്. ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ ഷീറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ആക്ച്വലി പുൾ ലൈക്ക് എ നെയിം, ഇമെയിൽ, പ്രോഡക്റ്റ് ഇൻട്രസ്റ്റഡ്, റിക്വയർമെൻറ്റ് ആൻഡ് ഇമെയിൽ കണ്ടന്റ്. വാട്ട് യു നീഡ് ടു ഹിയർ ഈസ് ആക്ച്വലി നെയിം എന്ന് പറയുന്നിടത്ത് യു ക്യാൻ actually drag and drop this variable out here. So same thing for email, same thing for product interested, same thing for requirement, and email content എന്ന് പറയുന്നതാണ് AI generate ചെയ്യുന്നത്. അതിന് what you need to do over here is AI agent generate ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടിനെ you can drag and drop over here, so it will be updated. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോളം ടു മാച്ച് എന്ന് പറയുന്നത് you need to choose one column. അത് ഒരു കോളത്തിന് നമ്മൾ മാച്ചിങ് കോളം ആയിട്ട് കൊടുക്കുക, then it will update on the same row. Now I'm actually going to choose name as the column to match on. Okay, now you can go ahead and test this flow.
See over here, this is actually updated. You can go back to the sheet and check. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ see it is updated suresh@gmail.com. SEO, I'm running a clinic in Trivandrum. ഇതായിരുന്നു requirement. ഇതാണ് automatically AI agent generate ചെയ്ത email. This is how you can actually build your first agent. ഇതൊരു വളരെ ഒരു ബേസ് വർക്ക് ഫ്ലോ ആണ്. യു ക്യാൻ ആക്ച്വലി ആഡ് മൾട്ടിപ്പിൾ ടൂൾസ്. എക്സാമ്പിൾ യു വോണ്ട് ടു സെൻഡ് ആൻ ഇമെയിൽ, നിങ്ങൾക്ക് ജിമെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ആക്ച്വലി സെൻഡ് ആൻ ഇമെയിൽ. ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമെയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു കമ്പനിയെ പറ്റി ഒരു റിസർച്ച് ഓൾറെഡി നിങ്ങൾ സെയിൽസ് റെപ്പ് അല്ല ആക്ച്വലി സിസ്റ്റം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ആഡ് ഓവർ ഹിയർ. യു ക്യാൻ ഗെറ്റ് HTTP റിക്വസ്റ്റ് ടൂൾ ടു ഗോ ആൻഡ് റിസർച്ച് അബൌട്ട് ദാറ്റ് കമ്പനി. നിങ്ങൾക്ക് അപ്പോൾ സെയിൽസ് റെപ്പ് ഫോണിൽ സംസാരിക്കുമ്പോഴോ ഇമെയിൽ അയക്കുമ്പോഴോ കുറച്ചും കൂടെ കോൺടാക്ട് ആക്ച്വലി ഉണ്ടാവും. സോ യു ക്യാൻ ആക്ച്വലി ആഡ് മൾട്ടിപ്പിൾ ടൂൾസ് ടു എൻഹാൻസ് ദിസ് വർക്ക്. This is how you build your first AI agent. Once actually ഇതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, യു ക്യാൻ ഗോ ആൻഡ് എക്സ്പ്ലോർ മൾട്ടിപ്പിൾ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് n8n കമ്മ്യൂണിറ്റിക്ക്. അത് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് സിംപ്ലി ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.